മക്കളെ, 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 5ാമത്തെ പാഠമായിട്ട് വന്നിട്ടുള്ളത്. ആകെ 2-3 കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ള പാഠമാണ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന പാഠമാണ്. നോക്കിയാലോ, 1ാമത്തെ ചോദ്യത്തേക്ക് പോവാം. തന്നിരിക്കുന്ന രാസവസ്തുക്കളിൽ പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കാൻ ആവശ്യമായവ ഏതെല്ലാം? ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആരെ പറ്റിയിട്ടാണ്? അമോണിയനെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയ? അമോണിയ. അമോണിയ പരീക്ഷണശാല ലബോറട്ടറിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് വേണ്ടത്? NH4Cl വേണം, അതേപോലെ CaOH2 വേണം. വേണ്ടേ? അമോണിയം ക്ലോറൈഡും വേണം, കാൽഷ്യം ഹൈഡ്രോക്സൈഡും വേണം. രണ്ടും കൂടെ ഇട്ടിട്ട് ചൂടാക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? അമോണിയ കിട്ടുക, അല്ലേ? അതിൻ്റെ ഇക്വേഷനാണ് രണ്ടാമത്തത് ഞാൻ എഴുതിയിട്ടുള്ളത്. നോക്കിക്കേ, NH4Cl കൂടെ NH4Clനോട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ചേർത്താൽ റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? കാൽഷ്യം ക്ലോറൈഡ് കിട്ടും, വെള്ളം കിട്ടും, അതിൻ്റെ കൂടെ ആരെയും കൂടെ കിട്ടും? അമോണിയനെയും കിട്ടും. ലാസ്റ്റ് ആരെയാണ് കിട്ടുക? അമോണിയനെയും കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഉണ്ടാകുന്ന അമോണിയ വാതകം നീറ്റുകക്കയിലൂടെ കടത്തിവിടുന്നു. കാരണം എന്ത്? ഈ ഉണ്ടാകുന്ന അമോണിയനെ നമ്മൾ നീറ്റുകക്ക, ക്യുക്ലൈം, CaO കാൽഷ്യം ഓക്സൈഡ് കൂടെ കടത്തിവിടും. കാരണം എന്താണെന്ന് ചോദിക്കുന്നത്. എന്താ കാരണം? നമുക്കിവിടെ ഉണ്ടാകുന്ന അമോണിയൻ്റെ കൂടെ ആരുണ്ടാവും? മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും, ഈർപ്പം ഉണ്ടാകും. ഈ ഈർപ്പവും അമോണിയയും കൂടെ ഒരുമിച്ചാണ് വരിക. ഈ ഈർപ്പത്തിന് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. ഈ ഈർപ്പത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ആരിലൂടെ കടത്തിവിടും? CaOയിലൂടെ കടത്തിവിടും. ഈ CaOയിലൂടെ കടത്തിവിടുന്ന സമയത്ത് CaO എന്ത് ചെയ്യും? കാൽഷ്യം ഓക്സൈഡ്, നമ്മുടെ നീറ്റ് കക്ക, ക്യുക്ലൈം എന്ത് ചെയ്യും? ആ ഈർപ്പത്തിനെ മൊത്തം വലിച്ചെടുക്കും, ഡ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് നമുക്ക് പുറത്തേക്ക് ആരെ മാത്രമേ കിട്ടുള്ളൂ? അമോണിയനെ മാത്രമേ കിട്ടുള്ളൂ, NH3നെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ CaO, നീറ്റു കക്ക, ക്യുക്ലൈമിൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഈർപ്പത്തെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അമോണിയ ഉണ്ടാക്കുന്ന സമയത്ത് ഈർപ്പത്തെ വലിച്ചെടുക്കാനാണ് ആരുപയോഗിക്കുന്നത്? നമ്മൾ കാൽഷ്യം ഓക്സൈഡിനെ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ, പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും. അമോണിയ ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന ശോഷകാരകം, ഡ്രൈയിങ് ഏജന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഡ്രൈയിങ് ഏജന്റ് ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞു. ആരാണ്? CaO കാൽഷ്യം ഓക്സൈഡ്, ക്യുക്ലൈം എന്ന് എഴുതാം, അല്ലെങ്കിൽ നീറ്റു കക്ക എന്ന് എഴുതാം. അമോണിയ ശേഖരിക്കുന്ന ഗ്യാസ് ജാർ കമഴ്ത്തി വെക്കുന്നത് എന്തുകൊണ്ട്? നമുക്ക് അമോണിയ കിട്ടും, അമോണിയ നമ്മൾ കാൽഷ്യം ഓക്സൈഡ് കൂടെ കടത്തിവിടും. എന്നിട്ട് കിട്ടുന്ന അമോണിയനെ നമ്മൾ തല കീഴെയുള്ളൊരു ഗ്ലാസ് ജാർ അല്ലെങ്കിൽ ഗ്യാസ് ജാർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. കാരണം എന്താണെന്നറിയോ? അമോണിയയ്ക്ക് സാന്ദ്രത കുറവാണ്. അമോണിയയ്ക്ക് സാന്ദ്രത, ഡെൻസിറ്റി എന്താണ്? എയറിനേക്കാളും കുറവാണ്, വായുവിനേക്കാളും കുറവാണ്. അപ്പോൾ ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? മുകളിലേക്ക് പോയി പോവും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമഴ്ത്തി വെച്ചൊരു ജാറിലേക്ക് ഉണ്ടായി വരുന്ന അമോണിയനെ ശേഖരിക്കുന്നത്. അടുത്ത ചോദ്യം, അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ചേർത്ത് ചൂടാക്കിയാൽ ലഭിക്കുന്ന വാതകം ഏതാണ്? അമോണിയ. ഏതാണ്? അമോണിയ ഗ്യാസ് ആണ് നമുക്ക് ലഭിക്കുക. അടുത്ത ചോദ്യം, ലബോറട്ടറിയിൽ അമോണിയ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ പറഞ്ഞു കഴിഞ്ഞു നമ്മളല്ലേ. അമോണിയ വാതകത്തിന് മീതെ ഒരു നനഞ്ഞ ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിച്ചാൽ എന്ത് നിരീക്ഷിക്കാം? അമോണിയയുടെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത്? നമുക്കറിയാം ലിറ്റ്മസ് പേപ്പർ എന്തിനുള്ളതാ? ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലേ? അപ്പം ആസിഡ് ആണെന്നുണ്ടെങ്കിൽ എന്താവും? ബ്ലൂ കളറ് റെഡ് ആകും. ബ്ലൂ കളറ് റെഡ് ആയാൽ അത് എന്താണ്? ആസിഡ് ആണ്. ബ്ലൂ റെഡ് ആയാൽ അത് ആസിഡ് ആണ്. ഇനി നേരെ തിരിച്ച് റെഡ് ബ്ലൂ ആയാലോ അത് എന്താണ്? ബേസ് അല്ലെങ്കിൽ ബേസിക് സ്വഭാവം കാണിക്കുന്ന ആളല്ലേ. ഇവിടെ എന്താ ഉണ്ടാവുക? ചുവന്ന ലിറ്റ്മസ് പേപ്പർ എന്തായി മാറും? ബ്ലൂ ആയി മാറും. എന്തായി മാറും? ബ്ലൂ ആയി മാറും. ഇത് ഏത് ഗുണമാണ് കാണിക്കുന്നത്? ബേസിക സ്വഭാവം. ഏത് സ്വഭാവമാണ്? ബേസിക സ്വഭാവം അല്ലെങ്കിൽ ബേസിക് നാച്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ അമോണിയൻ്റെ നാച്ചർ എന്താണ്? ബേസിക് ആണ്. ബേസിക സ്വഭാവമുള്ള ആളാണ് ആര്? അമോണിയ എന്ന് പറയുന്നത്, അല്ലേ? ഇനി
അമോണിയയുടെ ജലീയ ലായനിയിൽ ഫിനോഫ്തലിന് പിങ്ക് നിറമാണുള്ളത്. ഇത് അമോണിയയുടെ ഡാഷ് സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം ഫിനോഫ്തലിനും എന്താണ്, ഒരു ഇൻഡിക്കേറ്റർ ആണ്, സൂചകമാണ്. ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നോക്കാനുള്ള സാധനമാണ് അല്ലേ. ഫിനോഫ്തലിൻ ആസിഡിലാണെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല, അതിനൊരു കളർ ചേഞ്ചും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ബേസിലാണെങ്കിലോ, ബേസിൽ ഫിനോഫ്തലിൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളർ എന്താകും? പിങ്ക് ആകും. എന്ത് കളറാകും? പിങ്ക് കളറാകും. അപ്പോൾ ഇവിടെ എന്താണ്? പിങ്ക് കളറായി കഴിഞ്ഞാൽ അമോണിയൻ്റെ എന്ത് സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്? ബേസിക് നേച്ചറാണ്, ബേസിക സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി അമോണിയയുടെ ഗാഢജലീയ ലായനി ഡാഷ് എന്നറിയപ്പെടുന്നു. നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. അമോണിയൻ്റെ ഗാഢജലീയ ലായനി അല്ലെങ്കിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ, അതിന് നമ്മളൊരു പ്രത്യേക പേര് പറയും. എന്താ പറയുക? അമോണിയൻ്റെ ഗാഢജലീയ ലായനി അല്ലെങ്കിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയയ്ക്ക് പ്രത്യേക ഒരു പേരുണ്ട്. എന്താണ്? ലിക്കർ അമോണിയ. എന്താണ്? ലിക്കർ അമോണിയ അല്ലേ? അത് ലിക്കർ അമോണിയ ആണ്. ഇനി അമോണിയന് നല്ല പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ലിക്വിഡാക്കി മാറ്റാൻ പറ്റും, ലിക്വിഫൈ ചെയ്യാൻ പറ്റും, ദ്രവീകരിക്കാൻ പറ്റും. അങ്ങനെ ദ്രവീകരിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മളൊരു പേര് പറയും. എന്ത്? ലിക്വിഡ് അമോണിയ. എന്താ പറയുക? ലിക്വിഡ് അമോണിയ. ഇനി ഈ അമോണിയയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അമോണിയ എന്താണ്? പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്ന ആളാണ്. അപ്പോൾ ഈ അമോണിയൻ്റെ ഗ്യാസൊക്കെ കൊണ്ടുപോകുന്ന വല്ല വാഹനങ്ങളും എന്തെങ്കിലും മറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ് ആദ്യം ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ്? അമോണിയ പെട്ടെന്ന് ഈ വെള്ളത്തിൽ സൊല്യൂബിൾ ആകും, ലയിച്ചുകൂടും. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന സ്വഭാവം കൂടുതലാണ് ആർക്ക്? അമോണിയയ്ക്കുള്ളത് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോണേ. ഇനി അമോണിയം ക്ലോറൈഡ് ശക്തമായി ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന സംയുക്തങ്ങൾ ഏതെല്ലാം? കുറച്ച് അമോണിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട്, നമ്മൾ അതിനെ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? അമോണിയയും കിട്ടും, അതേപോലെ HCl കിട്ടും. ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അമോണിയനെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അമോണിയം ക്ലോറൈഡിനെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അമോണിയയും കിട്ടും, HCl കിട്ടും. ഇനി ഈ രണ്ട് അമോണിയം HCl കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തിരിച്ച് അമോണിയം ക്ലോറൈഡും കിട്ടും. അപ്പോൾ ഇതിന് നമ്മൾ പറയും അങ്ങോട്ടും റിയാക്ഷൻ നടക്കും, ഇങ്ങോട്ടും റിയാക്ഷൻ നടക്കും. അതുകൊണ്ട് ഇതിനെ റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ ഉഭയദിശാ രാസപ്രവർത്തനം എന്ന് പറയും. എന്താ പറയുക? റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്ന് പറയും. ഉഭയദിശേൻ്റെ ആരോ മാർക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇടുക അല്ലേ. ഇനി ഏതെങ്കിലും രണ്ട് സാധനങ്ങൾ കൂടിച്ചേർന്ന് ഒരു ഉൽപ്പന്നമായി മാറുകയാണെങ്കിൽ അതാണ് അവിടുത്തെ എന്ത്? പുരോപ്രവർത്തനം അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ. ഇനി ഏതെങ്കിലും ഒരു സാധനം ഡീകമ്പോസ് ചെയ്ത് വിഘടിച്ച് രണ്ടെണ്ണമായി മാറുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഇവിടുത്തെ പുരോപ്രവർത്തനം ഏതായിരിക്കും? NH3 HCl ചേർന്ന് NH4Cl ആകുന്നത് എന്താണ്? പുരോപ്രവർത്തനം അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഈ NH4Cl ഡീകമ്പോസ് ചെയ്തിട്ട് NH4Cl എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്തിട്ട് NH3 HCl മാറുന്നതാണ് എന്ത്? ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി ഒരു റിയാക്ഷൻ ഇതേപോലെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് വിചാരിക്കും, ഉഭയദിശാ രാസപ്രവർത്തനമാണെന്ന് വിചാരിക്കും. ഒരു ഉഭയദിശാ രാസപ്രവർത്തനത്തിൽ എപ്പോഴെങ്കിലും ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വലായി വന്നാൽ, തുല്യമാണെങ്കിൽ നമ്മൾ അതിന് ആ അവസ്ഥേനെ നമ്മൾ എന്ത് പറയും? കെമിക്കൽ ഇക്വിലിബ്രിയം. എന്താ പറയുക? കെമിക്കൽ ഇക്വിലിബ്രിയം. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ മലയാളം എന്താണ്? രാസസന്തുലനം എന്നാണ് കേട്ടോ. ഈ കെമിക്കൽ ഇക്വിലിബ്രിയം വന്നു കഴിഞ്ഞാൽ, അതായത് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും പുരോപ്രവർത്തനത്തിൻ്റെ നിരക്കും പശ്ചാത് പ്രവർത്തനത്തിൻ്റെ നിരക്കും തുല്യമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തത്വം നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ്? ലേ ഷാറ്റിലിയേഴ്സ് തത്വം. എന്താണ്? ലേ ഷാറ്റിലിയേഴ്സ് പ്രിൻസിപ്പിൾ. അതിലെന്താ പറയണേ? ഒരു റിയാക്ഷൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, അത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണ് എന്നുള്ളതെന്ന് വിചാരിക്കുക. അതായത് രാസസന്തുലനത്തിലാണ്, സന്തുലനാവസ്ഥയിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയിട്ടോ ടെമ്പറേച്ചർ മാറ്റിയിട്ടോ പ്രഷർ മാറ്റിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യും? അതിനെ നേരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെയും ഇക്വിലിബ്രിയം ആക്കാൻ വേണ്ടി ശ്രമിക്കും. അത് ഓർത്ത് വെക്കണം കേട്ടോ, അത് ഓർത്ത് വെക്കണം. ഇനി ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്, നോക്കിക്കൊണ്ടു.
ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഹൈഡ്രജനും അയഡിനും കൂടി ചേർന്നിട്ട് HI ആയി മാറുന്നതാണ് കേട്ടോ. അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആകെ മോളുകളുടെ എണ്ണം എത്ര? നോക്കിക്കേ, റിയാക്ഷൻ എന്താണ്? H2 ഗ്യാസാണ്, പ്ലസ് I2 എന്താണ്? ഗ്യാസാണ്. രണ്ടും കൂടി ചേർന്നിട്ട് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. 2 HI ഉണ്ടാകുന്നു. HIയും എന്താണ്? ഗ്യാസാണ് അല്ലേ? ഇവിടെ അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആകെ മോളുകളുടെ എണ്ണം എത്ര? റിയാക്റ്റന്റിന്റെ എണ്ണം എത്രയാണ്? മോൾ എത്രയാണ്? അതേപോലെ പ്രൊഡക്റ്റിന്റെ മോൾ എത്രയാണ് എന്നാ ചോദിക്കണത്. റിയാക്റ്റന്റിന്റെ സൈഡിലത്തെ ഒരു ഹൈഡ്രജനും ഒരു അയഡിനും, അപ്പൊ എത്രയാണ്? 2 മോളാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഇനി പ്രൊഡക്റ്റിന്റെ സൈഡിലേക്ക് പോയാലും എത്രയാണുള്ളത്? 2 മോളാണുള്ളത്. ഇവിടെ രണ്ട് സൈഡിലും മോളുകളുടെ എണ്ണം എന്താണ്? തുല്യമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ ഉഭയദിശാ പ്രവർത്തനത്തിൽ മർദ്ദത്തിന്റെ സ്വാധീനം എന്ത്? പ്രഷർ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ എന്താണ് പറ്റുക? പ്രഷറിന്റെ എഫക്റ്റ് എന്താണെന്നാ ചോദിക്കുന്നത്. എന്താ പറ്റുക? ഇവിടെ ഈ സൈഡിലുമുള്ള മോളുകളുടെ എണ്ണം തുല്യമല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രഷറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രഷറിന് ഇവിടെ ഒരു റോളും ഇല്ല, മർദ്ദത്തിന് ഒരു സ്വാധീനവും ഇല്ല, മർദ്ദത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അഭികാരകങ്ങളുടെ മോളിന്റെ എണ്ണവും ഉൽപ്പന്നത്തിന്റെ മോളിന്റെ എണ്ണവും എന്താണ്? തുല്യമാണ്. ഇനി ഒരു എക്സാമ്പിളിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഭികാരകങ്ങൾ 3 മോളുണ്ട് എന്ന് വിചാരിക്കും. അഭികാരകങ്ങൾ എത്രയുണ്ട്? 3 മോളുണ്ട്. പക്ഷേ എങ്കിൽ ഉൽപ്പന്നം എത്രയുള്ളൂ? 2 മോളേ ഉള്ളൂ. ഉൽപ്പന്നം എത്രയുള്ളൂ? 2 മോളേ ഉള്ളൂ. ഇവിടെ 3 മോളിൽ നിന്ന് 2 മോൾ ആവല്ലേ ചെയ്തത്? കുറയല്ലേ ചെയ്തത്? ശരിക്കും ഇവിടെ എന്താ നടക്കണത്? പ്രഷർ കുറയാണ്, മർദ്ദം എന്താ ചെയ്യണത്? കുറയാണ് ചെയ്യണത്. അപ്പം ഇങ്ങനെ ഒരു ഡിഫറൻസ് വരുന്ന സമയത്ത് നമ്മൾ മർദ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, മർദ്ദം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആരായിരിക്കണം ആൾക്കാർ? ഗ്യാസ് ആയിരിക്കണം. ആരായിരിക്കണം? ഗ്യാസ് ആയിരിക്കണം ആൾക്കാർ. അപ്പം ഇവിടെ നമ്മൾ മർദ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഇതിൽ സിസ്റ്റം എന്ത് ചെയ്യും? മർദ്ദം കൂട്ടിക്കഴിഞ്ഞാൽ മർദ്ദം കുറയ്ക്കാൻ നോക്കും, മർദ്ദം കുറച്ച് കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? മർദ്ദം കൂട്ടാൻ നോക്കും. അപ്പം രണ്ട് സൈഡിലെയും മോളുകളുടെ എണ്ണം വ്യത്യസ്തമായാലേ മർദ്ദത്തിന് അവിടെ എന്തെങ്കിലും ഒരു റോൾ ഉള്ളൂ. ക്ലിയർ അല്ലേ സാധനം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. N2 + 3H2 gives 2NH3. ഇത് എന്തുണ്ടാക്കുന്ന ഇക്വേഷൻ ആണ്? അമോണിയ. എന്തുണ്ടാക്കുന്നതാണ്? അമോണിയ ഇൻഡസ്ട്രിയലി ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു പ്രവർത്തനത്തിന് ഒരു പ്രത്യേക പേരുണ്ട്. എന്താ നമ്മളിതിന് പറയാ? ഹേബർ പ്രോസസ്. എന്താ പറയാ? ഹേബർ പ്രോസസ്. അമോണിയ നിർമ്മാണത്തിൻ്റെ പേരെന്താണ്? ഹേബർ പ്രോസസ് ആണ് കേട്ടോ, ഹേബർ പ്രക്രിയ. ഇനി ഈ ഉഭയദിശാ പ്രവർത്തനത്തിൻ്റെ ഗ്രാഫ് താഴെ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ് വിശകലനം ചെയ്തിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഗ്രാഫിൽ സമയം കൊടുത്തിട്ടുണ്ട്, രാസപ്രവർത്തന നിരക്ക് റേറ്റ് കൊടുത്തിട്ടുണ്ട്, ഗ്രാഫും വരച്ചിട്ടുണ്ട്. പുരോപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫിലെ ഭാഗം ഏതാണ്? പുരോപ്രവർത്തനം. ആദ്യം പുരോപ്രവർത്തനം ഏറ്റവും കൂടുതലായിരിക്കും അല്ലേ? അതായത് 2 എണ്ണം ചേർന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി മാറും. പിന്നെ പുരോപ്രവർത്തനം കുറഞ്ഞു വരില്ലേ ചെയ്യുക. അപ്പം ഏതാണ് ഇതിൽ? BA. ഏതാണ്? BA ആണ് പുരോപ്രവർത്തനത്തെ കാണിക്കുന്ന ഭാഗം. അതായത് കൂടിയെന്ന് എന്ത് ചെയ്യുന്നു? പുരോപ്രവർത്തനം കുറഞ്ഞു വരുന്നു. ഇനി സന്തുലനാവസ്ഥ. എപ്പോഴാണ് സന്തുലനാവസ്ഥ? ഇക്വിലിബ്രിയം വരാം. രണ്ടും സെയിം ആവണ്ടേ? ഇത് കുറഞ്ഞു വിടുത്തുന്നു, ഇത് കൂടി വിടുത്തുന്നു. ഇതാണ് എന്ത്? സെയിം ആയിട്ട് നിൽക്കുന്ന സ്ഥലം അല്ലേ? അപ്പം ഏതാണ്? AC ആണ് എന്ത്? സന്തുലനാവസ്ഥ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിനെ കാണിക്കുന്ന ഭാഗം. ഇനി ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും രാസസന്തുലനത്തെ സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. അതായത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ പറ്റിയിട്ട് ഒരു 3-4 പോയിന്റ് തന്നിട്ടുണ്ട്. ശരിയാണെങ്കിൽ ഏതാണെന്ന് നോക്കാവുന്നതാണ്. സന്തുലനാവസ്ഥയിൽ വ്യൂഹം തന്മാത്രാ തലത്തിൽ നിശ്ചലമാണ്. മോളിക്കുലാർ സ്റ്റേജിൽ നമ്മുടെ സിസ്റ്റം എന്താണ്? നിശ്ചലമാണ്, റെസ്റ്റിലാണ് എന്നാണ് പറയണത്. റെസ്റ്റിലാണോ? അല്ല. നമുക്ക് കാണുമ്പം ഒരു റിയാക്ഷനും നടക്കാത്ത പോലെ തോന്നും, പക്ഷേ ഫോർവേഡ് റിയാക്ഷനും നടക്കുന്നുണ്ടായിരിക്കും, അതേപോലെ ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ റേറ്റിൽ നടക്കണ്ടായിരിക്കും. അങ്ങനെയാകുമ്പം അത് നിശ്ചലമാണോ? അല്ല. അതിന് നമ്മൾ എന്താ പറയേണ്ടത്? ഗതികമാണ്. എന്താ പറയേണ്ടത്? ഗതികമാണ് എന്നാണ് പറയേണ്ടത്, അല്ലായിരുന്നോ? അപ്പം നിശ്ചലമല്ല, ഒരിക്കലും എന്തല്ല? നിശ്ചലമല്ല. ഇനി
അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു, കോ എക്സിസ്റ്റ് ചെയ്യുന്നു. ശരിയല്ലേ? അഭികാരകങ്ങൾ ഉൽപ്പന്നം ആവുന്നുണ്ട്, ഉൽപ്പന്നം നേരെ എന്തും ആവുന്നുണ്ട്, അഭികാരകങ്ങളും ആവുന്നുണ്ട്. റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആവുന്നുണ്ട്, പ്രൊഡക്റ്റ് ആവുന്ന പോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ഒക്കെ എന്താവുന്നുണ്ട്, റിയാക്റ്റൻറ്റുമായി മാറുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ശരിയാണ്. അവർ രണ്ടുപേരും സഹവർത്തിക്കാണ്, കോ എക്സിസ്റ്റ് ചെയ്യാണ്. അടുത്തത്, പുരോ പശ്ചാത് പ്രവർത്തന നിരക്കുകൾ തുല്യമായിരിക്കും. തുല്യമാവൂലേ? തുല്യമായാലല്ലേ നമ്മൾ അതിനെ രാസസന്തുലനം അല്ലെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. തുറന്ന വ്യൂഹത്തിലാണ് രാസസന്തുലനം കൈവരിക്കുന്നത്. തുറന്ന വ്യൂഹത്തിലാണോ? ഓപ്പൺ സിസ്റ്റം ആണോ? അല്ല. ഏതിലാണ്? സംവൃത വ്യൂഹത്തിൽ. നമ്മൾ പറയാ അതിന് സംവൃത വ്യൂഹത്തിൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം. എന്താ പറയാ? ക്ലോസ്ഡ് സിസ്റ്റത്തിലേ എന്ത് നടക്കുള്ളൂ? രാസസന്തുലനം നടക്കുള്ളൂ. ക്ലോസ്ഡ് സിസ്റ്റത്തിലേ നമുക്ക് എന്തെത്തുള്ളൂ? രാസസന്തുലനം, കെമിക്കൽ ഇക്വിലിബ്രിയം എത്തുള്ളൂ. ക്ലിയർ അല്ലേടാ? ഇനി അടുത്ത ചോദ്യം. നമ്മൾ ഹേബർ പ്രോസസ്സ് തന്നിട്ടുണ്ട്. N2 ഗ്യാസാണ്, H2 ഗ്യാസാണ്, NH3 എന്താണ്? ഗ്യാസാണ്. അപ്പം നമ്മൾ ആലോചിക്കുക മർദ്ദം. മർദ്ദത്തിന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ സന്തുലനാവസ്ഥയിൽ ചുവടെ തന്നിരിക്കുന്ന ഘടകങ്ങൾ ഉൽപ്പന്നത്തിൻ്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഉൽപ്പന്നത്തിൻ്റെ അളവിനെ എങ്ങനെ നോക്കുന്നു എന്നാണ്. പക്ഷേ നോക്കിക്കേ, ഇവിടെ നമ്മളെ പ്രൊഡക്റ്റ് ഉൽപ്പന്നത്തിൻ്റെ സൈഡിൽ ആരുണ്ട്? താപം, ഹീറ്റില്ലേ? ഹീറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഹീറ്റ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുരോപ്രവർത്തനം ഏതാണ്, പശ്ചാത് പ്രവർത്തനം ഏതാണ് എന്ന് നോക്കാം. പുരോപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതാണ്? നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് NH3 ഉണ്ടാവുന്നതാണ്. അമോണിയ ഉണ്ടാവുന്നതല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ താപം പുറത്ത് വിടുന്നു. താപത്തെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വിടുകയാണ്. അതിന് നമ്മൾ എന്താ പറയുക? താപമോചകം. എന്താ പറയുക? താപമോചകം അല്ലെങ്കിൽ എക്സോതെർമിക് എന്ന് പറയും. എന്താ പറയുക? എക്സോതെർമിക് റിയാക്ഷൻ ആണ് എന്ന് പറയും അല്ലേ? എക്സോതെർമിക്. ഇനി പശ്ചാത് പ്രവർത്തനം എന്താണ്? നമ്മൾ NH3 ചൂട് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ NH3 ചൂടാക്കുന്ന സമയത്ത്, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെന്തായി മാറും? നൈട്രജനും ഹൈഡ്രജനും ആയിട്ട് മാറും. അതെന്താണ്? ഹീറ്റിനെ ആഗിരണം ചെയ്യല്ലേ ചെയ്യണത്. അതുകൊണ്ട് അതെന്താണ്? താപാകിരണ പ്രവർത്തനം. താപാകിരണ പ്രവർത്തനം അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ. എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ ആണ് അല്ലേ? ഇനി നമ്മൾ നോക്കുക, താപനില കുറയ്ക്കുന്നു. താപനില എന്താ ചെയ്യണത്? കുറയ്ക്കുകയാണ് ചെയ്യണത്. അത് നമുക്കറിയാം, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം ഇത് ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സാധനമാണ്. അപ്പം നമ്മൾ താപനില കുറച്ച് കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ സിസ്റ്റം, വ്യൂഹം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടും. വ്യൂഹം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടും. അപ്പം ടെമ്പറേച്ചർ കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ നോക്കുകയാണ്? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടുന്നത് ഏതാണ്? താപമോചകമല്ലേ? അപ്പം താപമോചകം ഏതാണ്? ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പം ഏതാ നടക്കുക? താപമോചകമാണ് നടക്കുക. താപമോചകം എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സോന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. ഏതാണ്? താപമോചകം നടന്നു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും, പുരോപ്രവർത്തനം നടക്കും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് അമോണിയൻ്റെയും ഉണ്ടാവും. ഇനി നമുക്ക് ഇങ്ങനെ ടെമ്പറേച്ചർ പിന്നെയും കുറയ്ക്കാൻ പാടുണ്ടോ? ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇതിലുള്ള മോളിക്യൂൾസിന് അല്ലെങ്കിൽ ആരാണോ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അവർക്ക് ത്രഷോൾഡ് എനർജി ഇല്ലാതെയായി പോകും. ത്രഷോൾഡ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അമോണിയ ഉണ്ടാക്കുന്ന ഹേബർ പ്രോസസ്സിൽ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ നമ്മൾ വെച്ചിട്ടുണ്ട്. എത്രയാണ്? 450 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കാം. രണ്ടാമത്തത്, മർദ്ദം കൂട്ടുന്നു. മർദ്ദം എന്താ ചെയ്യണത്? ഇവിടെ കൂട്ടാണ് ചെയ്യണത്. അപ്പം മർദ്ദമാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എല്ലാം ഗ്യാസ് ആണോ നോക്കണം. അത് കഴിഞ്ഞിട്ടോ മോളുകളുടെ എണ്ണം നോക്കണം. ഇപ്പുറത്തെ സൈഡിൽ എത്ര മോള്, അപ്പുറത്തെ സൈഡിൽ എത്ര മോള് എന്ന് നോക്കണം. വേണ്ടേ? ഇവിടെ നൈട്രജൻ 1, ഹൈഡ്രജൻ 3. അപ്പോൾ ആകെ ടോട്ടൽ എത്രയേ? 4 മോളുള്ളത് എത്ര മോളായി മാറി? ഇവിടെ 2 മോളായി മാറി. 4 ആൾക്കാരുള്ളത് എത്രയായി മാറി? 2 ആൾക്കാരായി മാറി. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്? മർദ്ദം കുറയാണ്. അവിടെ എന്താണ്? മർദ്ദം കുറയാണ്, പ്രഷർ കുറയാണ് ചെയ്യണതല്ലേ. അങ്ങനെ ഇനി മർദ്ദം കുറയ്ക്കണ സമയത്ത്, അതായത് ഫോർവേഡ് റിയാക്ഷനിൽ എന്താണ്? മർദ്ദം കുറയാണ്. അപ്പോൾ ഇനി മർദ്ദം കൂട്ടുകയാണ്. നമ്മൾ ഇവിടെ തന്ന സിറ്റുവേഷൻ നമുക്ക് തന്നത് എന്താണ്? മർദ്ദം കൂട്ടുന്നു എന്നാണ്. അപ്പം മർദ്ദം കൂട്ടുകയാണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും? മർദ്ദം കുറയ്ക്കാൻ നോക്കും. സിസ്റ്റം എന്ത് ചെയ്യും? മർദ്ദം കുറയ്ക്കാൻ നോക്കും. അപ്പം എപ്പോഴാണ് മർദ്ദം കുറയണത്? എപ്പോഴാണ് മർദ്ദം കുറയുന്നത്? ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോഴല്ലേ. 4 മോള് 2 മോൾ ആകുമ്പോഴല്ലേ മർദ്ദം കുറയണത്. അപ്പം ഇവിടെയും എന്ത്
നടക്കും? ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം നടക്കൂലേടാ? അങ്ങനെ പുരോപ്രവർത്തനം നടന്നു കഴിഞ്ഞാലോ അമോണിയൻ്റെ അളവ് കൂടും. അമോണിയൻ്റെ അളവ് എന്ത് ചെയ്യും? കൂടും. മൂന്നാമത്തത്, വ്യൂഹത്തിൽ നിന്നും അമോണിയ തുടർച്ചയായി നീക്കം ചെയ്യുന്നു. നമ്മൾ ഇവിടുന്ന് ഉണ്ടാവുന്ന അമോണിയൻ അപ്പം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അമോണിയൻ്റെ അളവ് കുറഞ്ഞില്ലേ? അപ്പം സിസ്റ്റം എന്ത് ചെയ്യും? അമോണിയൻ്റെ അളവ് കൂട്ടാൻ നോക്കും. അപ്പം അമോണിയൻ്റെ അളവ് കൂട്ടാന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും, അമോണിയ കൂടും. ഇനി നമ്മൾ നൈട്രജൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കും. നൈട്രജനെയോ ഹൈഡ്രജനെയോ നമ്മൾ പിന്നെയും ആഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിലോ നൈട്രജൻ്റെ അളവ് കുറയ്ക്കാൻ നോക്കും, ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഹൈഡ്രജൻ ആണെങ്കിലോ ഹൈഡ്രജൻ്റെ അളവ് കുറയ്ക്കാൻ നോക്കും, അമോണിയ ഉണ്ടാവും വേഗം. അപ്പോഴും എന്താണ് നടക്കുക? ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും നോക്കിയിട്ട് എന്ത് ചെയ്യുക? എക്സാമിന് പോവാം. മർദ്ദത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഹേബർ പ്രോസസ്സിൽ നമ്മൾ അമോണിയ ഉണ്ടാക്കുന്ന സമയത്ത് പ്രഷർ ഹൈ പ്രഷറാണ് ഉപയോഗിക്കുക. 150 മുതൽ 300 ATM വരെ എന്ത് ചെയ്യും? ഉപയോഗിക്കും. മർദ്ദം കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഗാഢ സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുകളുമായി പ്രവർത്തിച്ച് നൈട്രിക് ആസിഡ് ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു സമവാക്യം കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുമായിട്ട് പ്രവർത്തിച്ചിട്ട് നൈട്രിക് ആസിഡ് HNO3 ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? അതിൻ്റെ ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ലഭിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം ലവണമേത്? നമുക്ക് എന്താ കിട്ടേണ്ടത്? HNO3. നൈട്രിക് ആസിഡിന് പകരം നമുക്ക് ആരെ കിട്ടണം? നൈട്രിക് ആസിഡിന് പകരം ഇവിടെ HNO3ക്ക് പകരം നമുക്ക് HCl-നെ കിട്ടണം. ആരെ കിട്ടണം? HCl-നെ കിട്ടണം. അപ്പോൾ ആ NO3ക്ക് പകരം ആരെയാണ് വേണ്ടത്? Cl-നെയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ NO3ക്ക് പകരം ആരെയായിരിക്കും വേണ്ടത്? Cl-നെ. അപ്പോൾ നമ്മൾ ആരെയാണ് ഉപയോഗിക്കേണ്ടത്? NaCl. ആരെയാണ്? NaCl. NaCl H2SO4-ഉമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആരുണ്ടാവും? NaHSO4 പ്ലസ് HCl ഉണ്ടാവും. ക്ലിയർ അല്ലേ സാധനം? അപ്പോൾ ഏതാ നമ്മൾ ഉപയോഗിക്കേണ്ടത്? NaCl. ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം നമ്മളിവിടെ എഴുതി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി അടുത്ത ചോദ്യം. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൻ്റെ ഫ്ലോ ചാർട്ട് നൽകിയിരിക്കുന്നു. ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, ഒരു പ്രത്യേക പേര് നമ്മൾ പറയും. എന്താണത്? കോണ്ടാക്ട് പ്രോസസ്. എന്താണ് പറയുക? കോണ്ടാക്ട് പ്രോസസ്, അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ സമ്പർക്ക പ്രക്രിയ എന്ന് പറയും. എന്താ പറയുക? സമ്പർക്ക പ്രക്രിയ. ഇനി പൂർത്തീകരിക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഒരു A എന്താണെന്നറിയില്ല, അതേപോലെ ഇവിടെ ഒരു B എന്താണെന്നറിയില്ല. ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് എന്ന്. എന്താ ചെയ്തത് ഇവിടെ? സൾഫറിനെ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്സിജനായിട്ട് പ്രവർത്തിച്ചാൽ എന്താ ഉണ്ടാവുക? സൾഫർ പ്ലസ് ഓക്സിജൻ SO2, സൾഫർ ഡയോക്സൈഡ് ആണ് ഉണ്ടാവുക. അപ്പോൾ A എന്താണ്? സൾഫർ ഡയോക്സൈഡ് ആണ്. ഈ സൾഫർ ഡയോക്സൈഡിനെ പിന്നെയും ഓക്സിജനിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ നോക്കണം. 450 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുത്തത്. പ്രത്യേകം ഒരാളെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അയാളാണ് ആര്? കാറ്റലിസ്റ്റ്. നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആരാണ്? V2O5. ആരാണ്? V2O5, വെനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. അങ്ങനെ നമ്മൾ ഇത് എന്തുണ്ടാക്കി മാറ്റുന്നു? സൾഫർ ട്രയോക്സൈഡ് ആയി മാറുന്നു. ഇതിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ കിട്ടും. ആരാണത്? B. ആരാണ്? B ആണ് ആര്? ഒലിയം. ആരെ നമുക്ക് കിട്ടുക? ഒലിയത്തിനെയാണ് കിട്ടുക. H2S2O7 ആണ് ആര്? ഒലിയം. ഈ ഒലിയത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ ലയിപ്പിക്കുന്നു. നമുക്ക് ആരെ കിട്ടുന്നു? സൾഫ്യൂരിക് ആസിഡിനെ കിട്ടുന്നു. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഈ സൾഫർ SO3 ഇല്ലേ, ഈ SO3നെ നേരെ നമുക്ക് എന്ത് ചെയ്യാം? വെള്ളത്തിൽ ലയിപ്പിക്കുന്ന സമയത്ത് നേരെ നമുക്ക് എന്ത് കിട്ടും? H2SO4 കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യൂല. കാരണം എന്താണ്? ഇതിനെ വെള്ളത്തിൽ ലയിപ്പിക്കുന്ന സമയത്ത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്താണ്? എക്സോതെർമിക് റിയാക്ഷനാണ് നടക്കുക. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്ന സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ഒരു സ്മോഗ്, ഒരു മഞ്ഞ് പോലത്തെ ഒരു സാധനമായി മാറും. അതായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യൂല? വെള്ളത്തിൽ ലയിക്കൂല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നേരിട്ട് വെള്ളത്തിൽ ലയിപ്പിക്കാതെ ഒലിയമാക്കി മാറ്റിയിട്ട് അതിനെന്ത് ചെയ്യുന്നത്? വെള്ളത്തിൽ ലയിപ്പിക്കുന്നത്.
അടുത്ത ചോദ്യം നോക്കാം. പഞ്ചസാരയിൽ ഏതാനും തുള്ളി ഗാഢ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുന്നു. നിങ്ങൾ എന്ത് നിരീക്ഷിക്കുന്നു? പഞ്ചസാരയിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ കളർ എന്തായി മാറും? ബ്ലാക്ക് ആയി മാറും, കറുത്ത കളറായിട്ട് മാറും. ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഏതു ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത്? ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഏതു ഗുണമാണ്? ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറാണ്. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിന് എന്ത് പറയും? നിർജ്ജലീകരണ ഗുണം. എന്താണ് ഈ സൾഫ്യൂരിക് ആസിഡ് ഏതിലേക്കെങ്കിലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ H2O റേഷ്യോയിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യും? അതിനെടുത്തു മാറ്റും. അതാണ് എന്ത്? ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ അല്ലെങ്കിൽ നിർജ്ജലീകരണ ഗുണം എന്ന് പറയുന്നത്. അമോണിയയുടെ നിർമ്മാണ വേളയിൽ ശോഷകാരകമായി ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട്? അമോണിയ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ആരാ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്? കാൽഷ്യം ഓക്സൈഡ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറുള്ള സൾഫ്യൂരിക് ആസിഡിന് ഉപയോഗിക്കാത്തേ? അമോണിയ എന്താണ്? ബേസാണ്. അമോണിയ എന്താണ്? ബേസാണ്. സൾഫ്യൂരിക് ആസിഡോ ആസിഡാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ഇവർ രണ്ടുപേരും കൂടി റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാത്തത്? സൾഫ്യൂരിക് ആസിഡിനെ അവിടെ ഉപയോഗിക്കാത്തത് കേട്ടോ. ഡി ക്വസ്റ്റ്യൻ, സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? NaCl, KCl, BaCl2, BaSO4. ഏതാണ്? ബേരിയം ക്ലോറൈഡ് ആണ്. BaCl2 ആണ് കേട്ടോ. സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്നത് ബേരിയം ക്ലോറൈഡ് ആണ്. അവസാന ചോദ്യത്തിലേക്കാണ് പോണത്. ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന 1 ml സോഡിയം സൾഫേറ്റ് ലായനിയിലേക്ക് 1-2 തുള്ളി ബേരിയം ക്ലോറൈഡ് ചേർക്കുന്നു. സൾഫേറ്റ് ആണ് എടുത്തിട്ടുള്ളത്, ചേർത്തിരിക്കുന്നത് ആരെയാണ്? ബേരിയം ക്ലോറൈഡിനെയാണ്. ഒരു വെളുത്ത നിറത്തിലുള്ള അവക്ഷിപ്തം ഉണ്ടാകുന്നു. ഒരു പ്രസിപ്പിറ്റേറ്റ്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണ്. ഇത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കുന്നില്ല. സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയാൻ എന്താ ചെയ്യേണ്ടത്? സൾഫേറ്റിലേക്ക് നമ്മൾ ആരെ ചേർക്കും? ബേരിയം ക്ലോറൈഡിനെ ചേർക്കും. ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നമ്മൾ HCl ഇട്ട് കഴിഞ്ഞാൽ ലയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? സൾഫേറ്റ് ആണ് എന്ന് ഉറപ്പിക്കാം. അപ്പം അവക്ഷിപ്തത്തിൻ്റെ നാമം എന്ത്? ഉണ്ടാവുന്ന സാധനം ആരാന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. Na2SO4ലേക്ക് BaCl2 ചേർത്ത് കഴിഞ്ഞാൽ ഡബിൾ ഡീകമ്പോസിഷൻ ഓർമ്മയുണ്ടോ? BaSO4 ഉണ്ടാവും, അതേപോലെ NaCl ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന അവക്ഷിപ്തം ആരാണ്? BaSO4 ആണ്, ബേരിയം സൾഫേറ്റ് ആണ് അല്ലേ? ഈ പരീക്ഷണം ഏത് അയോണിനെ തിരിച്ചറിയാനുള്ളതാണ്? സൾഫേറ്റ് അയോണിനെ തിരിച്ചറിയാനുള്ളതാണ്. നമുക്ക് തന്നത് സോഡിയം സൾഫേറ്റ് അല്ലേ? അപ്പോൾ സൾഫേറ്റ് അയോണിനെ തിരിച്ചറിയാനുള്ളതാണ്. ഇതിൻ്റെ രാസപ്രവർത്തന സമവാക്യം എഴുതുക. അതാ രാസപ്രവർത്തന സമവാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. സിമ്പിളാണ് സാധനം. നമ്മൾ 2 പേരെയും കൂടി ചേർക്കുന്നു. എന്തുണ്ടാവുന്നു? ബേരിയം സൾഫേറ്റ് ഉണ്ടാകുന്നു. കൂട്ടത്തിൽ ആരും കൂടി ഉണ്ടാവുന്നു? NaCl കൂടി ഉണ്ടാവുന്നു. നോക്കിയാൽ മനസ്സിലാവും. ഇവിടുത്തെ Na ആര് വരും? ബേരിയം വരും. സോഡിയത്തിൻ്റെ അടുത്തേക്ക് ആര് വരും? ബേരിയം വരും. സോഡിയത്തിന് നേരെ എങ്ങോട്ടേക്ക് പോവും? ക്ലോറിൻ്റെ അടുത്തേക്ക് പോവും. ഡബിൾ ഡീകമ്പോസിഷൻ ആണ്. എന്താണത്? ഡബിൾ ഡീകമ്പോസിഷൻ ആണ്. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തു നിന്നുള്ളത്. ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളാണ് വരിക. എന്തായാലും നല്ല മാർക്ക് വാങ്ങുക. എല്ലാ പാഠവും നന്നായിട്ട് നോക്കിയിട്ട് പോവാം.